അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബർക്കത്തിനായി പതിവാക്കി ചൊല്ലാൻ ചെറിയൊരു സ്വലാത്ത് പറയാം. വീഡിയോ ഫുൾ കാണുക, പഠിക്കുക, നിത്യ ജീവിതത്തിൽ പകർത്തുക, ഫലം നേടിയെടുക്കുക. സആദത്തുദ് ദാറൈൻ എന്ന കിതാബിൽ പറഞ്ഞ ഒരു സ്വലാത്താണ് പറയുന്നത്. അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ്. ഹൃദയം ശുദ്ധമായിരിക്കണം. കൽബിൽ നല്ല ചിന്തകൾ വന്നു ചേരണം. ദുർചിന്തയും മലിനമായ മനസ്സും നമുക്ക് ഉണ്ടാകരുത്. അള്ളാഹു കാക്കട്ടെ, ആമീൻ. മനസ്സും ശരീരവും പരിശുദ്ധി നേടാൻ മലിനമാക്കപ്പെട്ട മോശമായ മനസ്സിനെ പാപത്തിൽ നിന്ന്, ദുർചിന്തയിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, അങ്ങനെ നമ്മുടെ ഹൃദയം പരിശുദ്ധമായി തീരാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങളെ സഹായിക്കും. ഒരുപാട് പേർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ദുർചിന്തയിൽ നിന്ന് മുക്തി കിട്ടാൻ എന്താണ് ചൊല്ലേണ്ടത്? പ്രിയപ്പെട്ടവരെ, അത്തരക്കാർ ഈ സ്വലാത്ത് പഠിച്ചു വെച്ചോ. ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമാകും. സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യി ത്വാഹിരിൽ മുത്വഹ്ഹിരി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യി ത്വാഹിരിൽ മുത്വഹ്ഹിരി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അർത്ഥം പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യി, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ ഗുണം ചൊരിയണേ അല്ലാഹ്. അത്വാഹിരിൽ മുത്വഹ്ഹിർ, പരിശുദ്ധരാൽ പിന്തുടരുന്നവരായ മുത്തുനബിയുടെ മേൽ നീ ഗുണം ചൊരിയണേ. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, അവിടുത്തെ കുടുംബത്തിന്റെ മേലും സ്വഹാബിമാരുടെ മേലിലും നീ ഗുണവും രക്ഷയും ചൊരിയണേ നാഥ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ദിവസവും ഈ സ്വലാത്ത് പതിവാക്കുക. എത്രയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അശുദ്ധി സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഈ സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. എല്ലാവരും പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.